ഹായ്, ഇന്നെൻ്റെ 6ാമത്തെ കീമോയായിരുന്നു. അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. കീമോയുടേതായ എല്ലാ ബുദ്ധിമുട്ടുകളും എനിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ എന്നുള്ളത്. ഇത് കണ്ടോ ഈ ഇഞ്ചക്ഷൻ? ഞാൻ പറഞ്ഞിരുന്നല്ലോ എനിക്ക് HER2 പോസിറ്റീവ് ടൈപ്പ് ക്യാൻസർ ആണെന്നുള്ളത്. അതിനെതിരെയുള്ള ഇഞ്ചക്ഷനാണിത്. ഇത് ഒരെണ്ണമല്ല 18 എടുക്കേണ്ടത്. 5ാമത്തെ കീമോയുടെ കൂടെ ഫസ്റ്റ് ഡോസ് എടുത്തു. ഇന്ന് സെക്കൻഡ് ഡോസ് എടുക്കുകയാണ്. ഇതിൻ്റെ MRP പ്രൈസ് എന്ന് പറയുന്നത് 59,300 രൂപയാണ്. ഇതിപ്പോൾ മാനന്തവാടി നീതി ത്രൂ ആണ് നമ്മൾ വരുത്തുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് എമൗണ്ട് കുറഞ്ഞ് കിട്ടും. ഇങ്ങനത്തെ 18 ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴത്തേനും ആലോചിക്കാവുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ ഞാനിപ്പം എൻ്റെ ട്രീറ്റ്മെൻറ്റ് നല്ലൂർ നാടിലേക്ക് മാറ്റിയിരിക്കുകയാണ്. MCCയിലായിരുന്നു ആദ്യം 4 കീമോ വരെ അവിടെ ചെയ്തു. 5ാമത്തെ കീമോയുടെ കൂടിയാണ് ഈ ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് ഡോക്ടർ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. അത് കുറച്ച് ഞെട്ടിക്കുന്നതായിരുന്നു ഞങ്ങളെ. കാരണം ഇത് കൂടാതെ ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നത് കൂടാതെ പെർസുമാബ് എന്ന് പറഞ്ഞൊരു ഇഞ്ചക്ഷൻ കൂടി എനിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം HER2 പോസിറ്റീവ് എന്ന് പറയുന്നത് കുറച്ച് അഗ്രസീവ് ടൈപ്പാണ്. അത് വരാതിരിക്കാൻ വേണ്ടി ഇതെല്ലാം കൂടെ ചെയ്തേ പറ്റൂ. അത് നമ്മുടെ ഒരു പ്രതീക്ഷയാണ്. അപ്പോൾ അതിന് വേണ്ടി ഡോക്ടർ പറഞ്ഞു. അതിന് വേണ്ടി ശരിക്കും ആ ഇഞ്ചക്ഷൻ്റെ ഒറിജിനൽ വില എന്ന് പറയുന്നത് 2 ലക്ഷം രൂപ മുതലാണ് ഒറിജിനൽ കമ്പനി പ്രൈസ് എന്ന് പറയുന്നത്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പം ഏകദേശം 4.5 ലക്ഷത്തോളം രൂപ ഈ 18 ഡോസും ഇതുപോലെ തന്നെ 3 ആഴ്ച കൂടുമ്പോൾ ഞാൻ പോയി എടുക്കേണ്ടതുണ്ട്. ഇത് കീമോ കഴിഞ്ഞാൽ എനിക്ക് കഴിക്കേണ്ട ഫുഡാണ് കേട്ടോ. ഫുഡ് മീൻസ് അത് കഴിഞ്ഞാൽ നമ്മൾ കീമോ കഴിഞ്ഞിട്ട് ഒരു മണിക്കൂറിനുള്ളിൽ കഴിക്കുന്നതാണ് നമ്മൾ ഒരു കുറച്ച് ദിവസത്തേക്ക് വേണ്ടി നമ്മൾ സേവ് ചെയ്ത് വെക്കുന്ന ഫുഡ് പോലെ കഴിക്കുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞാൽ നമുക്ക് ഈ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ കഴിക്കില്ലല്ലോ. അപ്പോൾ ആ ഒരു ഷോക്കിലും കൂടിയാണ് ഈ മറ്റേ ഇഞ്ചക്ഷനും കൂടെ എടുക്കണമെന്ന് പറഞ്ഞ ഷോക്കിലാണ് ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത്. ഇതാണ് നല്ലൂർനാട് ഹോസ്പിറ്റൽ. ഈ ഹോസ്പിറ്റൽ ഞങ്ങൾ തിരഞ്ഞെടുക്കാൻ കാരണം MCCയിലെ മെഡിസെപ്പ് കിട്ടുമെന്ന് ഓർത്തിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോയത്. പക്ഷേ നമുക്ക് ഒരു ആനുകൂല്യങ്ങളും അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. ഇതുവരെ നമ്മളെല്ലാം പൈസയ്ക്ക് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയാം. ഇതാണ് നല്ലൂർനാട് ഹോസ്പിറ്റൽ. പിന്നെ ഈ കീമോ കണ്ടില്ലേ, കീമോ പലർക്ക് സംശയമാണ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന്. IV ത്രൂ ഏകദേശം ഇന്നത്തെ എൻ്റെ കീമോ തീരാൻ 3 മണിക്കൂറോളം എടുത്തു. കാരണം ഈ ഹെർസെപ്റ്റിൻ എന്ന് പറഞ്ഞ ഇഞ്ചക്ഷനുണ്ട്, കീമോയുടെ മരുന്നുണ്ട്. അങ്ങനെ പിന്നെ ഇന്ന് കയ്യിൽ വെയിനൊന്നും കിട്ടാതെ കുറച്ച് കളിക്കുകയൊക്കെ ചെയ്ത് കുറച്ച് ബ്ലഡൊക്കെ പോയി കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. ഇതവിടെ കണ്ടൊരു ഫോട്ടോയാട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ.